ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ മൈനർ മാത്സിൻ്റെ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഡിഫറൻസിയേഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ബേസിക് ഡിഫറൻസിയേഷൻ റൂൾസ് ആൻഡ് റേറ്റ്സ് ഓഫ് ചേഞ്ച്. അപ്പോൾ കുറച്ച് ഡിഫറൻസിയേഷൻ റൂൾസാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. നമുക്കറിയാം കോൺസ്റ്റൻറ്റ് റൂൾ എന്ന് പറയുന്നത് പ്ലസ് ടുവിലൊക്കെ പഠിച്ചതാണല്ലേ. d/dx(c) ഒരു കോൺസ്റ്റൻറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 0 ആണ്. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഈസ് 0 എന്ന് നമുക്ക് അറിയാം. ഇനി അടുത്തതാണ് പവർ റൂൾ. പവർ റൂൾ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ പവറാണ് x⁴n. അതിൻ്റെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? n × x⁴n-1 ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് x⁴n is equal to n × x⁴n-1. Now നമുക്ക് അതിൻ്റെ ഈ പവർ റൂളൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. ഫസ്റ്റ് വൺ y = x⁴. y = x⁴ ആണെങ്കിൽ dy/dx അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 4 അതായത് x⁴n ആണെങ്കിൽ n × x⁴n-1 അല്ലേ. അതേപോലെ എന്ത് പറയാൻ പറ്റും? x⁴ അതിൻ്റെ ഡെറിവേറ്റീവ് 4 × x⁴ - 1 = 4x³. അതേപോലെ ഇത് നമുക്ക് സിമ്പിളാണ്, നമ്മൾ നോക്കിയ കാര്യങ്ങളാണ്. ഇവിടെ നോക്കുക, ഇവിടെ ശ്രദ്ധിക്കണം. y = x ആണ്. അപ്പം നമുക്ക് x⁴ എങ്ങനെ എഴുതാം? x⁴1/3 എന്ന് എഴുതി കൂടെ? അങ്ങനെ ആകുമ്പോൾ ഇത് എക്സിൻ്റെ പവറായിട്ട് വന്നില്ലേ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 1/3 × x⁴1/3 - 1 = 1/3 × x⁴1/3 - 1 ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? -2/3. ഇനി x⁻²/3 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററിൽ കൊണ്ടുവരാം അല്ലേ. അപ്പോൾ 1/3 × x⁻²/3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് x is 1/3 x⁻²/3 ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് y = 1/x² ആണ്. ഇനി ഡിനോമിനേറ്ററിലാണ് x², അതുകൊണ്ട് അതിനെങ്ങനെ എഴുതാൻ പറ്റും? x⁻² എന്ന് നമുക്ക് y-നെ എഴുതാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ dy/dx എന്ത് വരും? -2 × x⁻² - 1. അപ്പോൾ -2 × x⁻² - 1 എന്താണ്? -3. അപ്പോൾ ഇനി -2 × x⁻³ - 3 ആണ്. -3 ആയതുകൊണ്ട് നമുക്ക് ഈ x³ എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ -2 × x⁻³ - 3 എന്ന് പറയുമ്പോൾ -2/x³ എന്ന് വരും. അപ്പോൾ 1/x²ൻ്റെ ഡെറിവേറ്റീവ് -2/x³ ആണ്. ഓക്കെ അല്ലേ. അടുത്തായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഓഫ് f(x) is equal to x⁴ for each value of x. x is equal to -1, x is equal to 0, x is equal to 1. അപ്പോൾ ഒരു ഗ്രാഫ് f(x = x⁴ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് f(x) എന്ന് പറയുന്നതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ സ്ലോപ്പ് എന്ത് തന്നെയാണ്? ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് തന്നെയാണ് അതിൻ്റെ സ്ലോപ്പായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ് f(x = x⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ കാണേണ്ടത്? ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് കാണേണ്ടത്. ഓക്കെ, അപ്പം slope of the graph is equal to f' ആണ്, ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ x⁴ൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 4 × x⁻³ അല്ലേ. അപ്പോൾ 4x³ ആണ് എന്ന് പറയുന്നത് 4x³ ആണ് എന്തെന്ന് പറയുന്നത്? എഫിൻ്റെ ഡെറിവേറ്റീവ്. ഇനി നമുക്ക് എവിടെ കാണേണ്ടത്? അറ്റ് ദ വാല്യൂസ്. ഈ 3 വാല്യൂസിലും ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കാണും. അപ്പോൾ സ്ലോപ്പിൻ്റെ ജനറൽ ഇക്വേഷൻ ആണ് 4x³. ഇനി അറ്റ് എക്സ്, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ x is equal to -1 ആകുമ്പോൾ സ്ലോപ്പ് എന്താ വരിക? അപ്പം f' കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് അറ്റ് x is equal to -1 ആണ് എന്ത്? ഈക്വൽ ടു f'(-1) which is equal to 4 × -1³ അതല്ലേ. 4x³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈക്വൽ ടു 4 × -1 ദാറ്റ് ഈസ് -4 ആണ് ഫസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അതായത് x is equal to -1-ൽ ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് -4 ആണ്. ഇനി അടുത്തത് ബി ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താ? x is equal to 0 ആണ്. അപ്പം സ്ലോപ്പ് അറ്റ് x is equal to 0 ഈക്വൽ ടു f'(0) which is equal to 4 × 0³ which is equal to 0 ആണ്. അപ്പോൾ സ്ലോപ്പ് 0 ആണ് at x is equal to 0. ഇനി സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x is equal to 1 ആണ്. അപ്പം സ്ലോപ്പ്
at x is equal to 0 is equal to f dash of 0 അല്ല സോറി 1. f dash of 1 ആണ്. ഇറ്റ് ഈസ് 4 ഇൻറ്റു 1 ക്യൂബ് ഇറ്റ്സ് ഈക്വൽ ടു 4 ആണ് ഇതിൻ്റെ എന്ത് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ആൻ ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് ലൈൻ ടു ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വെൻ എക്സ് ഇസ് ഈക്വൽ ടു -2. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ടാൻജൻറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് കാണേണ്ടത് വെൻ എക്സ് ഇസ് ഈക്വൽ ടു -2 ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാ ആ പോയിൻ്റ് എന്നറിയണം. എക്സ് -2 ആണെങ്കിൽ അതിൻ്റെ y കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു -2 ആണെങ്കിൽ എഫ് ഓഫ് -2 ആയിരിക്കില്ല അതിൻ്റെ y കോർഡിനേറ്റ്, വിച്ച് ഇസ് ഈക്വൽ ടു -2 ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ ആ പോയിൻ്റ് എന്ന് പറയുന്നത് ദ പോയിൻ്റ് ഓൺ ദ ഗ്രാഫ് is equal to -2, 4. ഈ പോയിന്റിലുള്ള ടാൻജൻറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ലൈൻ്റെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ നമുക്കൊരു പോയിൻറ്റും ആ ലൈൻ്റെ സ്ലോപ്പും ഉണ്ടെങ്കിൽ പോയിൻറ്റ് സ്ലോപ്പ് ഫോം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റും. എന്തായിരുന്നു പോയിൻറ്റ് സ്ലോപ്പ് ഫോം? നമ്മൾ +2 പഠിച്ചൊരു സംഭവമാണ്, ഓർമ്മയുണ്ടോ? എന്താണ്? ഒരു പോയിൻ്റ് x1 y1 എന്ന് പറയുന്ന ഒരു ലൈൻ്റെ ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. അതിലൊരു പോയിൻ്റാണ് എന്ത്? x1 y1 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഈ ലൈൻ്റെ സ്ലോപ്പ് m ആണെന്നും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. എങ്ങനെയാണ്? പോയിൻ്റ് സ്ലോപ്പ് ഫോം ഓഫ് എ ലൈൻ. ഒരു സ്ലോപ്പ് ഉണ്ട്, ആ ലൈനിൽ പോയിൻറ്റും ഉണ്ട്, ആ ലൈനിൻ്റെ സ്ലോപ്പും ഉണ്ടെങ്കിൽ ആ ലൈനിൻ്റെ ഫോം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. y എന്ന് പറയുന്ന കോമൺ പോയിൻറ്റ് y1 ആണ് ഈ പോയിൻറ്റിലെ y കോർഡിനേറ്റ്, ഈ m ആണ് സ്ലോപ്പ്, x മൈനസ് x1 ആണ് ഇതിലത്തെ x കോർഡിനേറ്റ്. ഓക്കെ, x കോമൺ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്? പോയിൻറ്റ് സ്ലോപ്പ് ഫോം ഓഫ് എ ലൈൻ. അപ്പം നമുക്കൊരു ലൈനിൻ്റെ ഇക്വേഷൻ എഴുതണമെങ്കിൽ നമുക്ക് സ്ലോപ്പും അതേപോലെ അതിലൊരു പോയിൻറ്റും ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പം നമുക്ക് ഒരു പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്, ഇനി ആ ടാൻജൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ് അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എല്ലാം എന്തിനെയാണ് പറയുന്നത്? ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് തന്നെയാണ് അതിൻ്റെ സ്ലോപ്പ് അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഫംഗ്ഷൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഏത് പോയിൻറ്റിലെ സ്ലോപ്പാണ് കാണേണ്ടത്? -2, 4 സ്ലോപ്പാണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ ഇസ് ഈക്വൽ ടു എന്താ വരിക? ഡെറിവേറ്റീവ് ആണല്ലേ സ്ലോപ്പ്, അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x അല്ലേ? അപ്പോൾ 2x ആണ്. അറ്റ് ഏതിലാണ്? -2, 4 ആയത് കാരണം എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ഇൻറ്റു -2 വിച്ച് ഇസ് ഈക്വൽ ടു -4 ആണ് എന്തെന്ന് പറയുന്നത്? ഈ ടാൻജൻറ്റ് ലൈനിൻ്റെ അല്ലെങ്കിൽ ഗ്രാഫിൽ ഈ പോയിൻറ്റിലുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലോപ്പും കിട്ടിയിട്ടുണ്ട്, ഇനി നമ്മുടെ പോയിൻറ്റും ഉണ്ട്. ഇനി എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? പോയിൻറ്റ് സ്ലോപ്പ് ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം m ഇസ് ഈക്വൽ ടു -4 എന്ന് കിട്ടി. ഇനി പോയിൻറ്റ് സ്ലോപ്പ് ഫോം ഓഫ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ അല്ലേ? ഒരു ലൈനിൻ്റെ പോയിൻറ്റ് സ്ലോപ്പ് ഫോമാണ്. എങ്ങനെയെന്ന് അറിയാൻ പറ്റും. നമുക്കറിയാം y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു? m -4 ആണെന്നും അതിലൊരു പോയിൻ്റ് x1 y1 എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു? -2, 4. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യാം? ഈ ഒരു പോയിൻറ്റ് സ്ലോപ്പ് ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ y മൈനസ് y1 എന്താണ്? 4 ആണ് അല്ലേ? അപ്പോൾ y മൈനസ് 4
വിച്ച് ഇസ് ഈക്വൽ ടു എം -4 ആണ് ഇൻറ്റു എക്സ് മൈനസ് x1 എന്താണ് -2. ഓക്കെ, അപ്പോൾ y -4 ഇസ് ഈക്വൽ ടു -4x -8 അല്ലേ. മൈനസ് പ്ലസ് ആകുമ്പോൾ പ്ലസ് ഇൻറ്റു -4 ഇൻറ്റു 2 8. ഇനി എന്ത് വരും, നമുക്ക് വൈനെ മാത്രം ഇവിടെ നിർത്താം, -4നെ എന്ത് ചെയ്യാം, ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇത് അതേപോലെ തന്നെ എഴുതി -8 -4നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും +4 which is equal to y is equal to -4x -8 + 4 എന്ന് പറയുമ്പോൾ -4. ഇതാണ്, ഇനി സിംപ്ലിഫൈ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് ലൈൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു -4x -4 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഒരു ടാൻജൻറ്റ് ലൈൻ, ഈ ഒരു ഗിവൺ ഫംഗ്ഷൻ്റെ x is equal to -2ലുള്ള ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ അത് ഏത് പോയിന്റിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് x is equal to -2 എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ f of -2 4 ആണെന്ന് കിട്ടി. അപ്പോൾ ആ പോയിന്റ് ഏതാണെന്ന് മനസ്സിലായി, -2, 4 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആയിട്ടുള്ള പോയിന്റാണ്. ഇനി അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. പോയിന്റും സ്ലോപ്പും ഉണ്ടെങ്കിൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കാണാനായിട്ട് പോയിന്റ് കിട്ടിയതുകൊണ്ട് ഇനി സ്ലോപ്പ് കാണാനായിട്ട് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടു. അപ്പോൾ x² ഡെറിവേറ്റീവ് 2x ആണ്. അത് -2, 4 എന്ന പോയിന്റിലായതുകൊണ്ട് എക്സിന് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് സ്ലോപ്പ് m എന്ത് കിട്ടി, -4 എന്ന് കിട്ടി. ഇനി പോയിന്റും ഉണ്ട് അതേപോലെ സ്ലോപ്പും ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ് സ്ലോപ്പ് ഫോം ഓഫ് ദി ഇക്വേഷൻ ഓഫ് എ ലൈനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y y1 ഈക്വൽ ടു m ഇൻറ്റു x - x1. അതിൽ y1ഉം x1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ കിട്ടും. ഓക്കെ അല്ലേ. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ട്രൈ ഔട്ട് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത റൂള് നോക്കുകയാണ്, ദ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ. അതായത് d/dx ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ c ഇൻറ്റു f ഓഫ് x ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കും c ഇൻറ്റു f' ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ c ഇൻറ്റു f ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് c ഇൻറ്റു f' ആണ്. അതാണ് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ. നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. എക്സാമ്പിൾ y ഈക്വൽ ടു 5x³ ആണെങ്കിൽ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് 5 ഉണ്ട്, ഫംഗ്ഷൻ എന്താണ് x³ ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം, 5x³ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 5 പുറത്തെടുത്തിട്ട് x³ ഡെറിവേറ്റീവ് അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 എടുത്തു, x³ ഡെറിവേറ്റീവ് എന്താണ് 3x² ആണ്. 5 ഇൻറ്റു 3x² എന്ത് കിട്ടും, 15x². അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറ്റും. കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തിട്ട് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ത് ചെയ്താൽ മതി, ആ കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്, കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ. ഇനി നെക്സ്റ്റ് ദ സം ആൻഡ് ഡിഫറൻസ് റൂളാണ്. അതായത് രണ്ട് ഫംഗ്ഷൻ്റെ സമ്മിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആ രണ്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ സമ്മാണ്. ഓക്കെ, അതായത് f ഓഫ് എക്സ് പ്ലസ് g ഓഫ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, f' പ്ലസ് g' ഓഫ് എക്സ് ആണ്. ഇനി അതേപോലെ ഡിഫറൻസ് റൂൾ എന്താണ് പറയുന്നത്, f ഓഫ് എക്സ് മൈനസ് g ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് f' മൈനസ് g' ഓഫ് എക്സ് ആണ്. അതായത് രണ്ട് ഫങ്ഷൻസിൻ്റെ ഡിഫറൻസിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ ആ ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ ഡിഫറൻസിനോടാണ് അതെന്തായിരിക്കുക, ഈക്വലായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇനി അതിൻ്റെ നമുക്ക് പ്രൂഫിലോട്ട് നോക്കാം. ഇതാണ് ആ സം റൂള് പ്രൊഡക്റ്റ് റൂളിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനീഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. എന്തായിരുന്നു ഡെറിവേറ്റീവിൻ്റെ, ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനീഷൻ, ലിമിറ്റ് Δx ടെൻസ് ടു 0 f ഓഫ് x പ്ലസ് Δx മൈനസ് f ഓഫ് x ഹോൾ ഡിവൈഡ് ബൈ Δx ആണല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് പ്രൂവ് ചെയ്യാണ് ചെയ്യണത്. ഓക്കെ, എന്നിട്ട് f ഓഫ് എക്സും g ഓഫ് എക്സുകളും തമ്മിൽ ഗ്രൂപ്പ് ചെയ്തിട്ട് ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൂഫ് രണ്ടിൻ്റെയും ഒരേപോലെ തന്നെ, സം റൂളിൻ്റെയും ഡിഫറൻസ് റൂളിൻ്റെയും പ്രൂഫാവും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പോസ് ചെയ്തിട്ട് ഒന്ന് നോക്കി നോക്കുക. അതായത് നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനീഷൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. അതിനുശേഷം f ഓഫ് എക്സും g ഓഫ് എക്സും വേറെ ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സം റൂളിൻ്റെയും അതേപോലെ ഡിഫറൻസ് റൂളിൻ്റെയും പ്രൂഫ് കിട്ടുന്നതാണ്.
നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത് ദ ചെയിൻ റൂളാണ്. അപ്പം നോക്കുക, ഇഫ് y ഈക്വൽ ടു എഫ് ഓഫ് യു ഇസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് യു ആൻഡ് യു ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ്, then y ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. അതായത് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് യുയിലുള്ള ഫംഗ്ഷനാണ്. ഇനി യു എന്ന് പറയുന്നത് എക്സിലുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ആദ്യം ഇതിവിടെ എന്തുണ്ട്, ഔട്ടർ ഫംഗ്ഷനാണ് എഫ്, ഇന്നർ ഫംഗ്ഷനാണ് ജി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷനാണ് വരുന്നതെങ്കിൽ അപ്പോൾ ഔട്ടർ ഫംഗ്ഷൻ നമുക്ക് എവിഡൻ്റ് ആയിട്ട് കാണില്ല. ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഈ ഒരു യു എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ എന്താക്കുക, കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, എഫിൻ്റെ ഡെറിവേറ്റീവ് കാണും. എന്നിട്ട് ഇൻറ്റു ആ ഉള്ളിലുള്ള ഇന്നർ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അങ്ങനെ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫംഗ്ഷൻ്റെ, അത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ എഫ് ഓഫ് ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കിട്ടും. അതായത് എഫ് ഓഫ് ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇക്വൽ ടു എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ ജി ഓഫ് എക്സിന് വെച്ചിട്ട് ആ ഔട്ടർ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുക, എന്നിട്ട് ഇൻറ്റു ആ ഉള്ളിലുള്ള ഇന്നർ ഫംഗ്ഷനായ ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യും. ഇതാണ് എന്തെന്ന് പറയുന്നത്, ചെയിൻ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ 2x. ഇവിടെ ഔട്ടർ ഫംഗ്ഷൻ ഉണ്ട്, ഇന്നർ ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. എന്താണ് ഔട്ടർ ഫംഗ്ഷൻ? സൈൻ ഓഫ് ഒരു വേരിയബിളാണ്. അപ്പോൾ സൈൻ ഓഫ് ഒരു ഫംഗ്ഷൻ 2x എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ടർ ഫംഗ്ഷൻ സൈൻ എക്സ് എന്നും ഇന്നർ ഫംഗ്ഷൻ എന്താ 2x ആണ് അല്ലേ. അപ്പോൾ ഔട്ടർ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സൈൻ 2xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് 2x ഇൻറ്റു ഇനി 2xൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ കോസ് 2x, ഓക്കെ, കോസ് 2x ഇൻറ്റു 2xൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 2. അപ്പോൾ കോസ് 2x ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 2 കോസ് 2x. അപ്പോൾ സൈൻ 2xൻ്റെ ഡെറിവേറ്റീവ് 2 കോസ് 2x ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം, ചെയിൻ റൂള് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഔട്ടർ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് സൈൻ 2xൻ്റെ ഡെറിവേറ്റീവ് കോസ് 2x, ഇനി ഇന്നർ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 2 ആണ്. അപ്പോൾ കോസ് 2x 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കോസ് 2x. അതേപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ ക്യൂബ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. ഇവിടെ ഔട്ടർ ഫംഗ്ഷൻ പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ്റെ എന്താണ്, ക്യൂബാണ് വരുന്നത്. അപ്പോൾ എക്സ് ക്യൂബ് എന്നുള്ളതാണ് ഇവിടെ ഔട്ടർ ഫംഗ്ഷൻ വരുന്നത്. ഇന്നർ ഫംഗ്ഷൻ എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഔട്ടർ ഫംഗ്ഷനായ എക്സ് ക്യൂബ് അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ക്യൂബിൻ്റെ എന്ത് ചെയ്യണം, ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 3 ആകുമ്പോൾ ഇവിടെ എന്ത് വരും, സ്ക്വയർ വരണം അല്ലേ. അപ്പോൾ അതായത് എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ ഇവിടെ ഒരു എക്സിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന ഫംഗ്ഷനാണ്, അതിൻ്റെ ക്യൂബാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ വരിക, 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു ഇനി ഇന്നർ ഫംഗ്ഷൻ്റെ എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 1 കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ 2x പ്ലസ് 0 പറയുമ്പോൾ 2x തന്നെ. ഇനി ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 3 6, എക്സ് അവിടെ ഉണ്ട്, ബാക്കി എന്ത് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 6x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം, ചെയിൻ റൂള് അപ്ലൈ ചെയ്തിട്ട് ഡെറിവേറ്റീവ് കാണാം.